ശ്രീ രാജു പി നായർ, തീർച്ചയായിട്ടും 2-3 പ്രധാനപ്പെട്ട വിമർശനങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട്. അതിലൊന്ന്, ഇത് സ്വകാര്യ കുത്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര നയത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇന്നത്തെ വി.ഡി. സതീശൻ്റെ ബജറ്റിലെ നയപ്രഖ്യാപനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ്. അതിനൊരു കാരണമായി പറഞ്ഞത്, ഒന്ന് ഭൂപരിഷ്കരണം, 2.0 എന്ന് പറയുന്നത്, അതായത് ലാൻഡ് മാനേജ്മെൻറ്റ് നയം. ഇത് സ്വകാര്യ കുത്തകൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു നയമാണ്. ഇത് കേരളത്തിന് ദോഷം ചെയ്യും, ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കപ്പെടുകയാണ് എന്നതാണ് ഒരു വിമർശനം. 2, ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി, അവിടെ സ്വകാര്യവൽക്കരണത്തിന് അനുവാദം നൽകുന്നതോടുകൂടി കേരളത്തിൻ്റെ പൊതു ആരോഗ്യ രംഗം കൂടുതൽ അപകടാവസ്ഥയിലാകുന്നു. ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള വൻകിടക്കാർ ഇവിടുത്തെ ആശുപത്രികൾ ഒന്നാകെ നിയന്ത്രിക്കുന്ന സ്ഥിതി വരുന്നു. അത് രോഗികളെ സൃഷ്ടിക്കുക പോലും ചെയ്യുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കും എന്നതാണ് രണ്ടാമത്തെ വിമർശനം. പിന്നെ മൂന്നാമത്, ഈ 2026 മാർച്ച് 31 വരെ ആകെ 87,012 കോടി രൂപയാണ് ഈ സർക്കാരിന് മേൽ വന്നിരിക്കുന്ന ബാധ്യത എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. പക്ഷേ ഈ സ്വാഭാവികമായ ബാധ്യതകളെ പെരുപ്പിച്ച് കാണിക്കുകയും അതേസമയം തന്നെ കേന്ദ്രത്തിൻ്റെ നിലപാട് കൊണ്ട്, നയങ്ങൾ കൊണ്ടുണ്ടാകുന്ന നഷ്ടം, കേരളത്തിൻ്റെ ധനനഷ്ടം, ഈ ബഡ്ജറ്റ് അതിനുള്ളൊരു പരിഹാരം കൃത്യമായി നിർദ്ദേശിക്കുന്നില്ല എന്ന വിമർശനവും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാതലായ പരിഗണിക്കേണ്ട വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചതെന്ന അഭിപ്രായം ശ്രീ രാജു പി നായർക്കുണ്ടോ? ഗോപീഷൻ, ഈ ബജറ്റിനെ എങ്ങനെ കുറ്റപ്പെടുത്തും? ഈ ബജറ്റിനെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടുപിടിക്കണമെങ്കിൽ മറ്റു മാർഗ്ഗമൊന്നുമില്ല. അതുകൊണ്ട് ഈ പറയുന്ന ക്ലീഷേ ഡയലോഗ്സ് എന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ക്ലീഷേ ഡയലോഗ്സ് ആയിട്ടുള്ള സ്വകാര്യവൽക്കരണം, മറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അതിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല. കാരണം ഈ സർക്കാർ ഇപ്പോൾ ഈ ബജറ്റിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പ്രോജക്ട്സ്, അല്ലെങ്കിൽ അതിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ പ്രതിപക്ഷം ആസൂത്രിതമായിട്ട് നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അത് കണ്ടാൽ മതി. വേറെ ഒന്നും അതിനെ കാണണ്ട. എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുക? ഇപ്പോൾ ചോദിക്കുന്നു, നിങ്ങൾ ചോദിക്കുന്നു 10 കോടിയാണ് ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി വെച്ചിരിക്കുന്നത്. ഭയാനകമായിട്ടുള്ള പ്രചരണമാണ്. ഞാൻ ചോദിക്കട്ടെ, ഗോപികൃഷ്ണൻ ഈ നിമിഷം ഇരുന്ന് പറയാൻ പറ്റുമോ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഏത് ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും നടത്താൻ പോകുന്നത്? ആ ഇൻഷുറൻസ് കമ്പനി ഇതിനകത്തുള്ള ലയബിലിറ്റി അല്ലെങ്കിൽ പ്രീമിയം തീരുമാനിക്കുന്നത് ഏതൊക്കെ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്? അതിനനുസരിച്ച് എത്ര പ്രീമിയം വരും? അങ്ങേക്ക് പറയാൻ കഴിയുമോ? കഴിയില്ല. ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ നമ്മുടെ ഡാറ്റ ഉൾപ്പെടെ നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഹെൽത്ത് എൻവയൺമെൻറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ് ബിഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയെ കണ്ടുപിടിച്ചതിന് ശേഷം വേണം ഇത് നടപ്പാക്കാൻ. എങ്ങനെയാണ് CPM ഇന്നിരുന്നിട്ട്, ഇപ്പോൾ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് VPP മുസ്തഫ ഉൾപ്പെടെ ഒരു ഇൻഷുറൻസിന് 2.87 എവിടെ നിന്ന് കിട്ടി ഈ സംഖ്യ? ഞങ്ങളുടെ കയ്യിൽ ഈ സംഖ്യ ഇല്ലല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ സംഖ്യ ഇല്ലല്ലോ. ഈ രാജ്യത്തുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ ഈ സംഖ്യ ഇല്ലല്ലോ. എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഈ സംഖ്യ? ഞാൻ എതിർക്കാൻ വേണ്ടിയും അതിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടിയും ചെയ്യുന്നവരാണ്. നമുക്കറിയാലോ, സ്ത്രീകളുടെ സൗജന്യ യാത്രയുണ്ടായി. സൗജന്യ യാത്രയുണ്ടായപ്പോഴത്തേക്ക് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ, വന്നു പറഞ്ഞത് 9 മണി മുതൽ 6 മണി വരെ, 6 മണി മുതൽ 6 മണി വരെ ആക്കണം. ഇതിനെക്കുറിച്ചൊന്നും പഠിക്കുകയോ എന്താണ് കാര്യമെന്നോ മനസ്സിലാക്കാതെ സർക്കാർ പ്രഖ്യാപിക്കുന്ന ജനപ്രിയമായിട്ടുള്ള നടപടികളുടെ ഗ്രേസ് കളയാതുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യം മാത്രമേ ഇവർക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ അമിതമായ രാഷ്ട്രീയത്തിലേക്ക് ഒന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിൻ്റെ ബജറ്റിൽ ഒരു രാഷ്ട്രീയവും ഇന്ന് കുത്തിക്കയറ്റിട്ടില്ല. ഞാൻ ബജറ്റ് മുഴുവൻ ഇരുന്ന് കേട്ട ആളാണ്. ഒരിടത്ത് പോലും പേനയൊന്നും മാറ്റിവെക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനും മാത്രം എന്താ പറയുക, പ്രോജക്റ്റും മെസ്സേജും ഉൾപ്പെടുന്ന ബജറ്റായിരുന്നു. ഒരു രാഷ്ട്രീയ ആരോപണവും അതിനകത്തുണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ നിങ്ങൾ സൂചിപ്പിക്കേണ്ട ടാക്സ്, എങ്ങനെ ടാക്സ് വർദ്ധിപ്പിക്കുക? ഈ ടാക്സ് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നും ബജറ്റിലില്ല. ബജറ്റിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നികുതി ഉയർത്തണം. നികുതി ഉയർത്താൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല, അതുകൊണ്ട് ബജറ്റിൽ വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നികുതി ഉണ്ടാക്കുക? ഇന്നലെ തോമസ് ഐസക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയാണ്, സ്വർണ്ണ വ്യാപാരത്തിൽ നിന്ന് 600 കോടി രൂപ മാത്രമാണ് വരുമാനം. ഒരല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ അത് എഴുതി വെക്കുമ്പോൾ? എൻ്റെ പരാജയമായിരുന്നു എന്ന് എഴുതി വെക്കണ്ടേ അതിനകത്ത്? ഇല്ലേ? ആ 10 വർഷം മുമ്പ് സ്വർണത്തിൽ 500 കോടിയായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം. 10 വർഷത്തിന് ഇപ്പുറം പറയുകയാണ് ഇത്രമാത്രം സ്വർണത്തിൻ്റെ വില വർദ്ധിപ്പിച്ചപ്പോൾ, ട്രാൻസാക്ഷൻ വർദ്ധിച്ചപ്പോൾ പറയുകയാണ് 600 കോടി രൂപ മാത്രമേ വരുമാനമുള്ളൂ. ഇത് പിടിക്കാൻ കഴിയാഞ്ഞത്, അല്ലെങ്കിൽ ആ റവന്യൂ ആവുന്നത് കൂട്ടാൻ കഴിയാഞ്ഞത് എൻ്റെ പരാജയമാണ് എന്നുകൂടി അതിനകത്ത് എഴുതി വെക്കണമായിരുന്നു. കേരളത്തിൽ ബാറുകളിൽ കോമ്പൗണ്ടിങ് ടാക്സ് ഉണ്ടോ? ഇല്ല. കോമ്പൗണ്ടിങ് ടാക്സ് ഇല്ലാണ്ടാണ് കേരളത്തിലെ ബാറുകളിലെ ബിസിനസ് മുഴുവൻ നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, 4 വർഷം GST റെജീമിലേക്ക് മാറിയതിനു ശേഷം വേ ബില്ലുകൾ മോണിറ്റർ ചെയ്യാൻ ഈ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റിൽ ഒരു സംവിധാനം പോലും ഉണ്ടായിരുന്നില്ല. ഫ്രീ റണ്ണായിരുന്നു, ഇല്ലേ?
ഈ ഇൻവോയ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം പോലും ഉണ്ടായില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടൽ ഞങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞു, കേന്ദ്ര വിരുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളുണ്ടാക്ക് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തു 4 വർഷം, അവിടെ മോണിറ്റർ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി എന്താ പറഞ്ഞത്? IGSTയുടെ 50% ലഭിക്കാനുള്ളത് ഇവിടുത്തെ റിട്ടേൺ ഫോം പരിഷ്കരിക്കാൻ കഴിയാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടു. 25,000 കോടി, ഒരു വർഷം 5,000 കോടി വെച്ച് ഈ പൈസ കിട്ടിയതെങ്കിൽ ഈ നഷ്ടം ഉണ്ടാവുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ലാത്ത സമ്പുഷ്ടമായ സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ ആ പട്ടികജാതി വിഭാഗക്കാർക്കുള്ള പൈസ കൊടുക്കണ്ടായിരുന്നോ? സ്കോളർഷിപ്പ് അല്ലെങ്കിൽ മറ്റേ സപ്ലൈകോക്കുള്ള പൈസ കൊടുക്കണ്ടായിരുന്നോ? അപ്പോൾ പരിപൂർണമായിട്ട് തകർത്തെറിഞ്ഞൊരു സംസ്ഥാനത്തെ വാക്മിടുക്കുകൊണ്ട് എന്തോ വലിയ സംഭവമാണെന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചതെല്ലാം ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി ഉണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ ചെലവ് കുറയ്ക്കും, ചെലവ് കുറച്ച് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയതാ. മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന 3 വാഹനങ്ങൾ കൊണ്ടാണ്, 3 വാഹനങ്ങൾ കൊണ്ട് മാത്രമാണ്. അത് മെസ്സേജാണ്. കിഫ്ബി എന്ന് പറഞ്ഞൊരു വെള്ളാനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. 50 റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരാണ് 1.5 ലക്ഷം രൂപ ശമ്പളത്തിനിരിക്കുന്നത്. എന്ത് കാര്യത്തിനാണ്? അതൊക്കെ ഞങ്ങൾ പിരിച്ചുവിടാൻ പോകുമെന്ന് പറഞ്ഞല്ലോ. അത്തരത്തിൽ ദുർവ്യയം മുഴുവൻ ഒഴിവാക്കി ഈ നാട്ടിലുള്ള ടാക്സ് ലീക്ക് അല്ലെങ്കിൽ നമ്മുടെ ഖജനാവിലുള്ള ചോർച്ച അടയ്ക്കണം. നികുതി പിരിവ് കാര്യക്ഷമമാക്കി നടത്തിയാൽ നമുക്ക് ഈ ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ കഴിയും. സ്വർണത്തിൻ്റെ നികുതി നമ്മൾ കുറേ കൂടി കാര്യക്ഷമമാക്കി നടത്തിയാൽ, അതുപോലെ തന്നെ സെക്കൻഡ്സ് വരുന്നത് നമ്മൾ തടയാൻ കഴിഞ്ഞാൽ എത്രമാത്രം ഇത് നമുക്കുണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ടാക്സ് പിരിവ് ഫലപ്രദമായി നടത്തുക എന്നുള്ളതും ഈ പറയുന്ന ഇൻ്റലിജൻസ് ടാക്സ് ഇൻ്റലിജൻസ് സംവിധാനം ഒരു സ്ഥലത്ത് കയറി റെയ്ഡ് ചെയ്തത് ഗോപികൃഷ്ണൻ നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എവിടെന്നെങ്കിലും ഒരെണ്ണം കാണിക്കാമോ? ടാക്സ് ഇൻ്റലിജൻസ് സംവിധാനമുണ്ട് GST ഇൻ്റലിജൻസ് സംവിധാനം അനങ്ങാപ്പാറ പോലെ ഇരിക്കുകയാണ്. കേരളത്തിൽ എവിടെയെങ്കിലും GST ഇൻ്റലിജൻസ് റെയ്ഡ് നടത്തി ടാക്സ് ഇവേഷൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വാർത്ത നമ്മുടെ മുന്നിലില്ല. എന്താ ടാക്സ് ഇവേഷൻ നടക്കാഞ്ഞിട്ടാണോ? ടാക്സ് ഇവേഷൻ നന്നായിട്ട് നടന്നിട്ടുണ്ട്. ആ ടാക്സ് ഇവേഷൻ മുഴുവൻ ചെയ്യും. ഇപ്പോൾ 2016 GST റെജീം വരുന്നതിന് മുമ്പുള്ള ടാക്സേഷൻ സംവിധാനത്തിൽ കുറേയധികം കുറ്റപത്ര കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം പെട്ടെന്ന് തീർക്കാമെന്ന് വാഗ്ദാനം കൊടുത്തിരിക്കുകയാണ്. ആംനസ്റ്റി സ്കീം പ്രഖ്യാപിച്ചിരിക്കുക. ഒരു 10,000 കോടിക്കടുത്ത് ആ വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ നിലവിലുള്ള നമുക്ക് ഇന്ന് പുതിയ വെൽഫെയർ സ്കീമുകളിലേക്ക് പ്രഖ്യാപിക്കുന്നതിന് വലിയ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പണമില്ല, പക്ഷെ ആ പണം ഉണ്ടാക്കണം. ആ പണം ഈ ആദ്യത്തെ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൻ്റെ നികുതി ചോർച്ച മുഴുവൻ അടച്ച് ദുർവ്യയം ഒഴിവാക്കി ഒരു അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കുറെ കൂടി ബെറ്റർ ആയിട്ട് പോകാം. ശരി, നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ഞാൻ താങ്കളിലേക്ക് വരാം. ഇനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.